എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരിക്കോട്ട് സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനകത്ത് ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കോട്ട് സ്റ്റാൻഡിൻ്റെ. നമ്മുടെ 5 ഫീറ്റിൻ്റെ ആരിക്കോട്ട് സ്റ്റാൻഡിൻ്റെ ഫ്രെയിം വരുന്നത് 2 കട്ടിയുള്ളതും അതുപോലെ തന്നെ സൈഡിൽ വരുന്ന 2 കനം കുറഞ്ഞിട്ടുള്ള 2 ഫ്രെയിംസും, അങ്ങനെ മൊത്തം 4 ഫ്രെയിംസാണ് നമ്മുടെ നോർമൽ കോട്ട് സ്റ്റാൻഡിൻ്റെ ഫ്രെയിമായിട്ട് വരുന്നത്. നമുക്കിപ്പോൾ ഓർഡർ കിട്ടിയിരിക്കുന്നത് 5 ഫീറ്റിൻ്റെ കോട്ട് സ്റ്റാൻഡിൻ്റെയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 3 ഫീറ്റോടെ നമുക്ക് കോട്ട് സ്റ്റാൻഡ്സ് അവൈലബിൾ ആണ്. 3, 4, 5, 8, 10 ഇത്രയും സൈസിൽ നമുക്ക് കോട്ട് സ്റ്റാൻഡ് അവൈലബിൾ ആണ്. ഇതാണ് നമ്മളുടെ ഫ്രെയിം സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ടുള്ള സ്റ്റാൻഡായിട്ട് വരുന്നത്. 4 ഇങ്ങനത്തെ 4 സ്റ്റാൻഡ് ഉണ്ടാവും. ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് ഫ്രെയിമുമായിട്ട് സ്ക്രൂ ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡായിട്ട് സെറ്റ് ചെയ്യുക. ഇത് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ്. 1 ഫീറ്റിൻ്റെ സ്റ്റാൻഡാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നത്. അതിപ്പോൾ ഏത് ഫ്രെയിം എടുത്താലും നമ്മൾക്ക് അതിൻ്റെ കൂടെ 1 ഫീറ്റിൻ്റെ ഇതുപോലത്തെ സ്റ്റാൻഡായിരിക്കും വരിക. നമ്മൾ ഇതുവരെ അയച്ചു കൊടുത്തിരുന്നത് കോട്ട് സ്റ്റാൻഡിൻ്റെ ഫ്രെയിം മാത്രമായിട്ടായിരുന്നു. ഇപ്പോൾ കോട്ട് സ്റ്റാൻഡിൻ്റെ ഫുൾ സെറ്റായിട്ട് വേണമെന്നാണ്. അതായത് അവർക്ക് കോട്ട് സ്റ്റാൻഡിൻ്റെ ഫ്രെയിം അതുപോലെ തന്നെ അതിൻ്റെ 4 സൈഡിലേക്കുള്ള സ്റ്റാൻഡും പിന്നെ ത്രെഡും ബെൽറ്റും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു സെറ്റായിട്ട് അവർക്ക് വേണമെന്നാണ്. അപ്പോൾ നമ്മുടെ കോട്ട് സ്റ്റാൻഡ് നമ്മൾ സെറ്റായിട്ട് കൊടുക്കുന്നത് ഇത്രയും ഐറ്റംസാണ് ആ സെറ്റിൽ ഉണ്ടാവുക. ഒരു 5 ഫീറ്റിൻ്റെ ഫ്രെയിം, അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ വരുന്ന 4 ലെഗ്, പിന്നെ വരുന്നത് ബെൽറ്റ്. നമ്മൾക്ക് സ്റ്റാൻഡിൻ്റെ ഫ്രെയിമിൽ കോട്ട് സ്റ്റാൻഡിൽ നമ്മൾക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ബെൽറ്റ്, പിന്നെ നമുക്ക് ഈ ബെൽറ്റ് നമ്മളുടെ ഫ്രെയിമിലോട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ട ത്രെഡ്, പിന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എല്ലാം ഈ ബെൽറ്റിലോട്ട് നമ്മൾക്ക് ഈ ത്രെഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ത്രെഡ്, ഈ ത്രെഡ് നമുക്ക് തുന്നാൻ വേണ്ട സൂചി, ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡിന് യൂസ് ചെയ്യുന്ന സ്ക്രൂസും. ഇത്രയാണ് നമുക്ക് ഫുൾ സെറ്റിനകത്തായിട്ട് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സൈഡിൽ വരുന്ന ഫ്രെയിംസ് ആദ്യം മാറ്റി വെക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ 4 ചെറിയ സ്റ്റാൻഡുകൾ നമ്മളുടെ ഈ 2 കട്ടിയുള്ള ഈ ഫ്രെയിംസിലെ ഫസ്റ്റ് ഹോൾസിൽ 2 സൈഡിലുള്ള ഫസ്റ്റ് ഹോളിലുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റാൻഡ് ഇങ്ങനെ ജസ്റ്റ് താഴെന്ന് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ഈ ഫസ്റ്റ് ഹോളോട് ഈ നമ്മളുടെ കട്ടിയുള്ള ഫ്രെയിമിൻ്റെ ഫസ്റ്റ് ഹോള് നമ്മുടെ ഈ സ്റ്റാൻഡിൽ വരുന്ന ഈ ഹോളുമായിട്ട് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഒരു സ്ക്രൂവിൻ്റെ ഒപ്പം ഈ വാഷറോട് ഇട്ടതിന് ശേഷം അത് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു വാഷർ ഈ ഫ്രെയിമിൻ്റെ എൻഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ നട്ടിട്ട് ടൈറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഫ്രെയിമിൻ്റെ 4 സൈഡിലും ഈ സ്റ്റാൻഡ് വെച്ച് കണക്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ 4 ലെഗും നമ്മൾ ഈ ഫ്രെയിമിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സൈഡിലുള്ള ഫ്രെയിം നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമ്മളുടെ തുണി ഏത് ലെങ്ത്തിലാണോ പറഞ്ഞത് അതനുസരിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ സൈഡിലുള്ള ഫ്രെയിം നമ്മുടെ ഈ മെയിൻ ഫ്രെയിമിൻ്റെ 2 ഗ്യാപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രെയിമിലോട്ട് സൈഡിലുള്ള ഫ്രെയിം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കോട്ട് സ്റ്റാൻഡ് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് സ്റ്റാൻഡും വെച്ചെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇതിനകത്ത് ക്ലോത്ത് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഫ്രെയിമിൽ ക്ലോത്ത് ഫിക്സ് ചെയ്യാനായിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്രെയിം ടൈറ്റ് ചെയ്യാനായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടുപോകുക. നമ്മൾ ഈ ഫ്രെയിമിൽ ഈ സ്റ്റാൻഡ് വെച്ചുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രെയിം ഊരി മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കിപ്പോൾ തുണിയുടെ അതായത് ക്ലോത്ത് ഇതിനകത്ത് ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഫ്രെയിംസ് മാത്രം മാറ്റിയിട്ട് നമുക്ക് ഈ 2 മെയിൻ ഫ്രെയിംസ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അല്ലാതെ ഈ ഫ്രെയിം എപ്പോഴും ഊരി മാറ്റേണ്ടിയൊന്നും വരില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് നമുക്ക് ഫ്രെയിമിലോട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ 5 ഫീറ്റ് സ്റ്റാൻഡ് ഫുൾ സെറ്റോടുകൂടി എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ സ്റ്റാൻഡ് ആവശ്യമായിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആരിവർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനിയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.